പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം പഠിക്കുന്ന വിഷയം എന്താണെന്നറിയാമോ? വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോരുത്തരും കാത് കൂർപ്പിച്ച് സ്വാകൂതം ശ്രദ്ധിക്കുക, ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്താണെന്നല്ലേ, നെഗറ്റീവ് ചിന്തകൾ മാറ്റി പോസിറ്റീവ് ചിന്തകളാക്കാനുള്ള ഒരു സ്വിച്ചിനെ പറ്റിയാണ് നമ്മളിത് പഠിക്കുന്നത്. അതെ, എല്ലാവർക്കും ആവശ്യം അതാണ്. പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ ഈ നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഓവർ തിങ്കിങ് ആയിട്ട്. ഇതൊന്ന് മാറി ഒരു ആശ്വാസം കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ, വല്ല ടെക്നിക്കുണ്ടോ, വല്ല ടിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. അല്ലാതെ ഇപ്പോൾ ടിപ്പിൻ്റെ കാലഘട്ടമാണല്ലേ. ഒരു ടിപ്പും ഇല്ല. നമ്മൾ എല്ലാം പ്രാക്ടീസ് ചെയ്തെടുക്കാനായിട്ട് ചില ട്രിക്കുകൾ നമ്മൾ ഉപയോഗിക്കും. നമ്മളിത് മെരുക്കിയെടുക്കും. അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് വിധത്തിലുള്ള നെഗറ്റീവ് ചിന്തകളെ മാറ്റി നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും. അതിലൂടെ സർവ്വ അഭിവൃദ്ധിയും നേടാൻ സാധിക്കും. അതിനുള്ള സ്വിച്ച് ഏതൊക്കെയാണ് ഒന്ന് ആലോചിക്കൂ. സ്വിച്ച് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഏത് സ്വിച്ചും ആയിക്കോട്ടെ. ഒരു സ്വിച്ച് ഇട്ടാൽ യന്ത്രം പ്രവർത്തിക്കും, ഒരു ലൈറ്റ് കത്തും, ഫാൻ കറങ്ങും, AC പ്രവർത്തിക്കും. ഇപ്പോൾ എല്ലാം റിമോട്ടിലായി അല്ലേ. അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു റിമോട്ട് ഉണ്ടായിരിക്കും. ഈ റിമോട്ട് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കണം യന്ത്രം. അതിൻ്റെ ഗതിവീതികൾ നിയന്ത്രിക്കാൻ സാധിക്കണം ഈ പറയുന്ന റിമോട്ടിലുണ്ട്. അതിനായിട്ട് അറിയാൻ പോവുകയാണ് നമ്മൾ ഇന്ന്. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന സ്വിച്ചിനെ പറ്റി. ഇപ്പം ആദ്യം ഇതിൻ്റെ സയൻസ് ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഓരോ ചിന്തകളും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഒന്നും യാതൊരു വിവേചനവുമില്ല. നിങ്ങളുടെ ന്യൂറോ ട്രാൻസ്മീറ്ററിലൂടെ കടന്നു പോകുന്ന ഏത് ഇമോഷനും, ഒരു ചിന്തയാണല്ലോ ഇമോഷണലായിട്ട് മാറുന്നത്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ, അത് കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും തുടരുമ്പോൾ അവിടെ ഒരു ന്യൂറൽ പാത്വേ സെറ്റാകുകയാണ്. നെഗറ്റീവും പോസിറ്റീവും തിരിച്ചറിയില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു ന്യൂറൽ പാത്ത് ഒരു ട്രാക്കിങ് വീണാൽ അതിനെ പറയുന്ന പേരാണ് മൈലിനേഷൻ. അങ്ങനെ മൈലിനേറ്റഡ് ആയാൽ ഒരു വ്യക്തിയിൽ സ്ഥിരമായി ആ സ്വഭാവമായി മാറുന്നു. ഇപ്പം ദുഃഖം, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, വിഷമം ഉണ്ടാകത്തക്ക രീതിയിലുള്ളത്. നമുക്ക് ഒരു അപകടം ഉണ്ടായി നമ്മുടെ അടുത്തൊരു ബന്ധുവിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ മറ്റുള്ളവരാൽ ഏൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന നിരന്തരം ഏറ്റുകൊണ്ട് വരുന്ന ചില പല പല പ്രശ്നങ്ങൾ, അത് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് കൈയും കാലും പറയും, അല്ലെ തളർന്നു പോകുന്നു ചിലർ അല്ലേ. ഇത് അങ്ങ് ദൃഢമായിട്ട് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ. അത് പല പ്രാവശ്യമായിട്ട് നമ്മൾ കാലങ്ങൾക്ക് മുമ്പേ, ഇപ്പോഴുള്ള പ്രശ്നമല്ലല്ലോ ഇത്, കാലങ്ങളായിട്ട് ചിന്തിച്ചത്, അത് ഇമോഷണലായിട്ട് ചിന്തിച്ചത്, അത് അടുത്ത ന്യൂറോൺസിലേക്ക്, അതിൻ്റെ അടുത്ത ന്യൂറോൺസിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഒരു ട്രാക്കിംഗ്, ഒരു മൈലിനേഷനായി കിടക്കുകയാണ്, നെഗറ്റീവ് മൈലിനേഷൻ. പിന്നീട് നമ്മൾ ഫോഴ്സ് ചെയ്യാതെ ഇത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറുകയാണ്. ഇതിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റ് അല്ലേ നമുക്ക് വേണ്ടത്? അതാണല്ലോ നമ്മുടെ വിഷയം. അത് അത്ര പെട്ടെന്ന് സാധിക്കുന്നതാണോ? കുറച്ച് സമയമെടുക്കും, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ തുടർച്ചയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളും ജീവിതവും വേണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള വഴികളും പലർക്കും അറിയാം. പക്ഷെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. എൻ്റെ സ്വഭാവം അനുവദിക്കുന്നില്ല. ഈ സ്വഭാവത്തെ പെട്ടെന്ന് മാറ്റുമ്പോൾ മാത്രമാണ്, അല്ലാതെ ചില കുറുക്ക് വഴിയിലൂടെ എളുപ്പത്തിൽ മാറ്റാനുള്ള ടെക്നിക്ക് അറിയുന്നതിലൂടെയാണ് നമുക്ക് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവ് ചിന്തകളിലേക്ക് പോസിറ്റീവ് വ്യക്തിയായി മാറാനും അതിലൂടെ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ അതിനാദ്യം മനസ്സിലാക്കാനുള്ളത്, ഏത് ചിന്തയും നെഗറ്റീവായിട്ട് പോസിറ്റീവ് ആയിക്കോട്ടെ, ഏത് ഇമോഷനും കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് കൊണ്ടുപോയി അത് ട്രാക്കിങ് വീഴും. അവിടെ നിന്നൊരു ഷിഫ്റ്റിംഗ് ആണ്. ഇപ്പോൾ ഈ ദുഃഖമുള്ള ഒരു വിഷമമുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും എനിക്ക് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യത്തിലെല്ലാം ഭയങ്കര വിഷമമാണ്. എൻ്റെ വിധിയാണ്, വിധി 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 എന്ന് പറഞ്ഞ് സർവ്വസമയം ശപിക്കും, മറ്റുള്ളവരോടും പറയും. അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പുതിയൊരു വിധിയാക്കി മാറ്റാൻ പറ്റും. വിധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുഭവിക്കുന്നു. വിധി എന്ന് പറഞ്ഞാൽ ഒറ്റ ഡെഫിനേഷനേ ഉള്ളൂ, കർമ്മഫലവും കാഴ്ചപ്പാടുമാണ് വിധി. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന എന്തും ഒരു കർമ്മത്തിൻ്റെ എഫക്റ്റാണ്. കോസ് ആൻഡ് എഫക്റ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു കാരണമുണ്ട്. ആ കർമ്മം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ അതിനകത്ത് ഇൻവോൾവ്ഡ് അല്ലെങ്കിലും നിങ്ങൾ കൊണ്ട് നടന്നതാണ്, ആ കർമ്മത്തിൻ്റെ എഫക്റ്റാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇനി ഇതിനെ ഒന്ന് മറികടക്കണമെങ്കിൽ എന്നാ മാർഗം? പലരും പറയാറുണ്ടല്ലേ, വിധിയെ മറികടക്കാൻ പറ്റുമോ സാറ്? അതെൻ്റെ വിധിയാണെന്ന് ജീവിതകാലം മുഴുവൻ ഹോമിക്കപ്പെടുന്നവരുണ്ട്. വിധി എന്ന് പറഞ്ഞാൽ കർമ്മഫലവും കാഴ്ചപ്പാടുമാണ്. കർമ്മഫലം കൊണ്ട് അവിടെ നിർത്തരുത്. ഇനി മുതലുള്ള കാഴ്ചപ്പാട്, യഥാദൃഷ്ടി തഥാ സൃഷ്ടി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ദൃഷ്ടി ഏതിലേക്കാണോ ഇനി മുതൽ ഫോക്കസ് ചെയ്യുന്നത്, യഥാദൃഷ്ടി
തഥാ സൃഷ്ടി, അത് തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ ഇനിയുള്ള കാഴ്ചപ്പാട്, ഇനി മുതലുള്ള കാഴ്ചപ്പാട് അത് എൻ്റെ നിയന്ത്രണത്തിലാണ്. ഞാൻ ഈ പുതിയ റൂട്ടിലൂടെയാണ് ചിന്തിക്കാൻ പോകുന്നത്. പുതിയ റൂട്ടിലൂടെ ഇന്നുവരെ ഇല്ലാത്തതിനെ ഉണ്ട് എന്നുള്ള അല്ലെ വേണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പുതിയ റൂട്ടിലൂടെ ചിന്തിക്കുകയും അതനുസരിച്ചുള്ള ആക്ഷൻസ് നടത്തുമ്പോൾ പുതിയൊരു ന്യൂറൽ പാത്വേ മൈലിനേഷൻ ഉണ്ടാകും. അപ്പോൾ പഴയതിൽ നിന്നും പുതിയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഒരു പാരഡൈം ഷിഫ്റ്റ് മനസ്സിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനായിട്ട് ഇത് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറി സൈഡാണ്. ഇനി ഇതിനെ പ്രാക്ടിക്കലേക്ക് കിടക്കാൻ എന്ത് വേണം? എപ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ മനസ്സ് പല രൂപേണയാണ്, പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന പല രൂപേണയാണ് സംവേദനങ്ങൾ ഉള്ളിലേക്ക് എടുക്കുക. കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, സ്പർശനത്തിലൂടെ, സ്മെല്ലിലൂടെയൊക്കെയാണ് ഉൾമൈൻഡ് തിരിച്ചറിയുന്ന ലോകത്ത്. അപ്പം ഒരു ഇവന്റ് നമുക്കുണ്ടാകും, പലപ്പോഴും ശരീരത്തിൽ പ്രകടമാകാറില്ലേ പലതും. നിങ്ങൾക്ക് സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പലപ്പോഴും എന്തെല്ലാം മാറ്റം ബോഡി ലാംഗ്വേജിലുണ്ടാകും. ശരീരം തളർന്നു പോകാം, വിറക്കാറുണ്ട്, വിറയ്ക്കാറുണ്ട്. ഇനി ശരീരത്തിൽ നല്ല ഉന്മാദവും സന്തോഷമുണ്ടല്ലോ, പെട്ടെന്ന് ബോഡി ലാംഗ്വേജിന് മാറ്റം വരും. മുഖം പ്രസരിപ്പുള്ളതാകും, നെഞ്ചി വിരിച്ച് നമുക്ക് നിൽക്കും, നടക്കാൻ പറ്റും. നേരെ മറിച്ച് സംഘർഷം ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആകുകയും. അപ്പം ഇങ്ങനെ ചില വ്യതിയാനങ്ങൾ ശരീരത്തിന് വരുത്താൻ സാധിക്കുന്നുണ്ടല്ലോ. മനസ്സും ശരീരവും കണക്റ്റഡ് ആണ്, ഒരു ലൂപ്പിലാണ്, പരസ്പരം നല്ല ബന്ധം, അഭേദ്യമായ ബന്ധത്തിലാണ്. അപ്പം പറയാറില്ലേ പലപ്പോഴും ഒരു പഴഞ്ചൊല്ല്, മുഖം മനസ്സിന്റെ കണ്ണാടി. ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണോ, എത്ര സാന്ദ്രമാണോ, ശുദ്ധമാണോ, പവർഫുള്ളാണോ, ഹാപ്പിനെസ് ഉണ്ടോ, അത് ആ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. വല്ലാത്തൊരു ചൈതന്യം അല്ലേ? അത് നല്ല മനസ്സിന് ഉടമകളുടെ ബോഡി ലാംഗ്വേജിലും കാണാൻ സാധിക്കും. അതിന്റെ റിഫ്ലക്ഷൻ പുറത്തേക്കും വരും. അപ്പം മുഖം മനസ്സിന്റെ കണ്ണാടിയാണെങ്കിൽ മുഖത്തിനൊരു മാറ്റം വരുത്തിയാൽ മനസ്സിന് മാറ്റം വരുത്താൻ പറ്റില്ലേ? അല്ലെങ്കിൽ മുഖം എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഭാഗം, ശരീരത്തിന്റെ ബോഡി ലാംഗ്വേജിൽ മാറ്റം വരുത്തിയാൽ അകത്തും മാറ്റം ഉണ്ടാവും. അപ്പം നമുക്ക് മനസ്സിന് മാറ്റം വരുത്താൻ ഇവിടെ ഈ ട്രിക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓർക്കുക, ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യമാണ്. ഒരു 24 പ്രാവശ്യം 24 ടൈംസ് രാവിലെയും വൈകിട്ടും, അതായത് ഉറങ്ങുന്നതിന് മുമ്പും ഉറക്കം ഉണരുമ്പോഴും കൃത്യമായ രീതിയിൽ 24 ടൈംസ് ഞാനിനി പറയുന്ന ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുമെങ്കിൽ ഉറപ്പാണ് ഏത് സന്ദർഭത്തിലും നിങ്ങൾക്ക് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ ജമ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ പോകുന്നു, സഭാകമ്പം, പെട്ടെന്ന് ആ ഭയത്തെ മാറ്റി പോസിറ്റീവ് ആകാനായിട്ട് ഈ സ്വിച്ച് ഇട്ടാൽ മതി. അറിയണോ അത്? ഇതൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് കിട്ടുമ്പം നമ്മൾക്ക് ഇതിന്റെ വില കുറച്ച് കാണരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന സമയം, പഴയ കാര്യങ്ങൾ ഓർത്ത് അവിടുന്ന് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് നിട്ടാൽ മതി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും പെട്ടെന്ന് പ്രസരിപ്പാകാൻ ഉള്ള ഒരു സ്വിച്ചിനെ പറ്റിയാണ് നമ്മൾ, നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടത്, അത് ആദ്യം സെലക്ട് ചെയ്യുക എവിടെ വേണം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മറ്റാൾക്കാർ ശ്രദ്ധിക്കാത്ത നമുക്കറിയാവുന്ന ഒരു സ്ഥലം, നമ്മുടെ ഈ കൈയുടെ ഈ ഭാഗം ഇവിടെ തന്നെ പിടിക്കണമെന്നില്ല, എവിടെയെങ്കിലും ആക്കരുത്. നിങ്ങൾക്ക് പറ്റുമെന്നില്ല, ചെവിയുടെ പുറയില ഒരു പ്രസിങ് ആകാം, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്താകാം, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അത് സ്പോട്ട് ചെയ്യണം ഫസ്റ്റ്. ഇപ്പോൾ ഉദാഹരണം ഈ തള്ളവരലിൻ്റെ ഈ ഭാഗം എന്ന് വെച്ചു. ഓക്കെ, ഇവിടെ നിങ്ങൾ അമർത്തി പിടിച്ചുകൊണ്ട് ഒരു 10-15 സെക്കൻഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല മുഹൂർത്തത്തെ, സന്തോഷകരമായ ആത്മാഭിമാനമുള്ള ആഹ്ലാദം ലഭിച്ച മുഹൂർത്തത്തെ ഓർത്ത് നല്ലതുപോലെ ഡ്രീം ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് മതി, എന്നിട്ട് വിടുക. ഓക്കെ, വീണ്ടും ഒരു 10 സെക്കൻഡ് പിടിക്കുക. ആ മുഹൂർത്തത്തെ മനസ്സ് നല്ലവണ്ണം അയവിറക്കുക, ഫേസ് നല്ല പുഞ്ചിരിയായിരിക്കണം, വിടുക. ഇങ്ങനെ 24 ടൈംസ്, 10 × 24. ഓക്കെ, എപ്പോഴൊക്കെ? രാവിലെയും വൈകിട്ടും, ഉറക്കം ഉണർന്ന് കിടക്കുമ്പോഴും ഉറക്കത്തിലേക്ക് പോകുമ്പോഴും നിങ്ങളുടെ ശുഭകരമായ നല്ല മുഹൂർത്തത്തെ, ആത്മവിശ്വാസമുള്ള മുഹൂർത്തത്തെ മുഖം നല്ലതുപോലെ സന്തോഷത്തോടെ വെച്ചുകൊണ്ട് 10 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുക, വിടുക. വീണ്ടും 10 സെക്കൻഡ് പ്രസ് ചെയ്ത് വിടുക, പിടിക്കുക, വിടുക. ഇങ്ങനെ ഒരു 24 ടൈംസ് രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇതൊരു 24 ദിവസം തുടരുക, 24 ഡേയ്സ്. പിന്നീട് അങ്ങോട്ട്, ഇനി അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മനസ്സിന് എന്തെങ്കിലും അലയുന്ന സമയത്ത് ആരും കാണണ്ട, വെറുതെ നിങ്ങൾ ഇവിടെ പിടിപിടിച്ചാൽ മതി. പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണോ പ്രാക്ടീസ് കൊടുത്തത്, ഏത് രൂപത്തിലാണോ അതിനെ പരിശീലിപ്പിച്ചത്, ആ ഒരു തലത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരു നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇതിനെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയും. ന്യൂറോ
ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ, തലച്ചോറിനൊരു ഭാഷയുണ്ട്. എന്താണോ നമ്മൾ പഠിപ്പിക്കുന്നത് അത് അതേപോലെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ ടെക്നിക്കാണ് അല്ലേ. ഇങ്ങനെ ഇതിനെ ആങ്കറിങ് എന്നാണ് NLP എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ പറയുന്നത്. അത് പ്രവർത്തിക്കാറില്ല. ഞങ്ങൾ ഒരുപാട് NLP ട്രിക്കുകളിലൂടെയൊക്കെ മനുഷ്യ മനസ്സിനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നതാണല്ലോ. അപ്പോൾ ഇത് നിങ്ങൾക്കും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ഭയം മാറ്റാനായിക്കോട്ടെ, ദേഷ്യം മാറ്റാനായിക്കോട്ടെ, സങ്കടങ്ങൾ മാറ്റാനായിക്കോട്ടെ, ഒരു അവസ്ഥയിൽ നിന്നും മനസ്സിനെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു സ്വിച്ച് ഉപയോഗിക്കുക. ഇത് ഇന്ന് മുതൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. തീർച്ചയായിട്ടും നല്ലൊരു തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.